നടക്കുന്നുണ്ടെന്ന് ഞാൻ കുമ്പസാരിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സ്ഥലവുമായുള്ള ബന്ധത്തെപ്പറ്റി, ക്രൈസ്തവാശ്രമവുമായുള്ള ബന്ധത്തെപ്പറ്റി ശ്രീ ജോണി ഉണ്ടല്ലോ, ജോണിയൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു 24 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഈ ആശ്രമത്തിൽ വരുന്നത്. ആചാര്യ ചാണ്ടിയച്ചനായിരുന്നു അന്ന് ആചാര്യൻ. അന്നു മുതൽ ദീർഘകാലം ഈ ആശ്രമവുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. സാഹിത്യ ക്യാമ്പുകൾ നടത്തിയും സാമൂഹ്യ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഉണ്ട് എന്നുള്ളതും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നിർവൃതിയുണ്ട്, അച്ഛന് തോന്നി എന്ന് പറയുന്നത് പോലെ ഇത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്, ഈ സാധു മത്തായിച്ചിനെ പറ്റി ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൻ്റെ ആദ്യകാലത്ത് അദ്ദേഹം ഈ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമായിരുന്നു. മാൽക്കം മഗ്രിഡ്ജ് എന്ന് പറയുന്ന ഒരാൾ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡുകാരനാണ് ശരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു റെവറൻ ഹോളണ്ട് ഒരവധിക്കാലത്ത് ഇങ്ങനെ ഇംഗ്ലണ്ടിൽ ചെന്ന് ഒരു പള്ളിയിൽ ഒരു സെർമൺ നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു എക്യുമെനിക്കൽ എക്സ്പെരിമെൻ്റ് ആലുവയിൽ നടത്തുന്നുണ്ട്, അവിടെ പഠിപ്പിക്കാൻ ആൾ വേണം, അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അതിന് വളണ്ടിയർ ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യയിൽ വന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സാഹസമാണ്. ആരും അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി ഏറ്റെടുക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ സാഹസികനായ മാൽക്കം മഗ്രിഡ്ജ് അത് ഏറ്റെടുക്കുക, അദ്ദേഹം വരികയും ഏകദേശം 2 കൊല്ലത്തോളം അദ്ദേഹം യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ജോലി രാജിവെച്ച് പോയി. അദ്ദേഹം പഞ്ച് എന്ന് പറഞ്ഞൊരു മാസിക, ഒരു ഇംഗ്ലീഷ് മാസിക ഉണ്ടായിരുന്നു, പഞ്ച് എന്ന് പറയണ അറിയാം. അത് ഒരു ഹൈലി സറ്ററിക്കലായിട്ടുള്ള സംതിങ് ദാറ്റ് ബോർഡേഴ്സ് ഓൺ ബ്ലാക്ക് സറ്റയർ അങ്ങനെയുള്ള, അപ്പോൾ അതിനിശ്ചിതമായ സാമൂഹ്യ വിമർശനം നടത്തുകയും നേതാക്കന്മാരെയൊക്കെ വളരെ പരുഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ എഡിറ്ററായിരുന്നു ദീർഘകാലം. അത് കഴിഞ്ഞ് അദ്ദേഹം BBC ചേർന്നു. ലോകത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആൾ. അദ്ദേഹം മദർ തെരേസയെ പറ്റിയുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട പുസ്തകം മഗ്രിഡ്ജിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ, ഞാൻ ആ ബുക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ട് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ദ ഗ്രീൻ സ്റ്റിക്ക് എന്നാണ് എൻ്റെ ടൈറ്റിൽ, എന്നാണ് എൻ്റെ ഓർമ്മ. അതിലൊരു ചാപ്റ്റർ ഈ ആലുവയിലെ അനുഭവങ്ങളെ പറ്റിയാണ്. അതിൽ അദ്ദേഹം സാധു മത്തായിച്ചിനെ പറ്റി പറഞ്ഞു. ഒരുപക്ഷെ വേറെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയാം. സാധു മത്തായിച്ചൻ അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നതിനെ പറ്റി ഉള്ള ഒരു വിവരണമുണ്ട്. അതായത് അദ്ദേഹം ശൂന്യതയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെ അദ്ദേഹം ഇങ്ങനെ ഈ ക്യാൻറ്റീനിൽ നിന്നാണെങ്കിൽ ആ ക്യാൻറ്റീനിൽ വരികയും അതുപോലെ തന്നെ ആരും ശ്രദ്ധിക്കാതെ അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്യുമായിരുന്നു എന്നാണ് മഗ്രിഡ്ജ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. വളരെ ആദരവോടുകൂടി മഗ്രിഡ്ജ് പറയുന്ന ആലുവയിൽ അദ്ദേഹം പരിചയപ്പെട്ട 3-4 ആളുകളിൽ ഒരാൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് സാധു മത്തായിച്ചിനെ പറ്റിയാണ്. അദ്ദേഹം അവിടെ ചെലവഴിച്ച ആ ഏകദേശം 2ഓളം വർഷങ്ങളെപ്പറ്റി ഉള്ള അധ്യായത്തിൻ്റെ ശീർഷകം നമ്മളെ വളരെ അലോസരപ്പെടുത്തുന്നതാണ്. ദ വേസ്റ്റഡ് ഇയേഴ്സ് എന്നാണ് അതിന് കൊടുത്തിട്ടുള്ള ശീർഷകം. അദ്ദേഹത്തിന് ഈ എക്യുമെനിക്കൽ എക്സ്പെരിമെൻ്റ്, അവിടെ നടക്കുന്ന എക്സ്പെരിമെൻറ്റിനെ പറ്റി വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ഡിസൊല്യൂഷൻഡായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ ചാപ്റ്ററിന് അങ്ങനെ ഒരു ശീർഷകം നൽകിയത് എന്ന് ഞാൻ ഊഹിക്കുകയാണ്. അതാണ് ഞാൻ സാധു മത്തായിച്ചിനെ പറ്റി പറഞ്ഞൊരു ഭാഗം ഇങ്ങനെ ഇരുന്നപ്പോൾ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെ പറ്റിയും ഒരു വാക്ക് ഞാൻ, ഈ ഇൻ്റർനാഷണൽ ഇൻ്റർകൾച്ചറൽ ഫോറം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, സ്പെയിനിൽ ആരംഭിച്ചതാണ്. അവർ 4 വർഷത്തിലൊരിക്കലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഈ കൾച്ചറൽ മീറ്റ് നടത്തും. ഫോറം തന്നെയാണ്, ചുരുക്കി ഫോറം എന്നാണ് പറയുന്നത്. ഇപ്പം 2007 ഈ ഫോറം മെക്സിക്കോയിൽ വെച്ചാണ് കൂടിയത്. അവിടെ ന്യൂവാലിയോൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ
ക്യാപിറ്റലായ മോന്തറെ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്. ഒരു മാസത്തെയാണ് അതിന് പറയുന്ന ഒരു കൾച്ചറൽ ഒളിമ്പിക്സ് എന്നാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു ആഴ്ച നടത്തുന്നത് നമ്മുടെ വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസ്, അവരാണ് അതിൻ്റെ മുഖ്യ ചുമതല. അവർ ക്ഷണിച്ചിട്ട് ഞാൻ അതിലൊരു പ്രഭാഷണം നടത്താനായിട്ട് പോയി. ഇന്നലെ 2 പ്രഭാഷണങ്ങളുണ്ട്. അവിടെ ചെന്നപ്പം ഈ WCCയിൽ നിന്നൊരു ടീം വന്നിരുന്നു. അപ്പോൾ അവർ ഞാനിങ്ങനെ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പം അത് ആദ്യം ചോദിച്ച ചോദ്യം പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയെ അറിയുമെന്നാണ്. രണ്ടാമത്തെ ചോദ്യം KN ജോർജ് അച്ഛനെ അറിയുമെന്നായിരുന്നു. അപ്പം ഞാൻ ഈ 2 പേരെ അറിയും എന്ന് പറഞ്ഞതോടുകൂടി അവരെ എനിക്ക് തന്ന ഒരു സ്നേഹവും കരുതലും ഞാനിപ്പോഴും ഈ സന്ദർഭത്തിൽ ഓർക്കാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തരം വേദികളിൽ വരുന്ന ആളുകളുടെ ഇടയിൽ അവർക്ക് സുപരിചിതനായ ഒരാളെന്നുള്ള ഒരു കാര്യം ഒരു ചെറിയ കാര്യമല്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ അച്ഛനോട് ഇന്നുവരെ അത് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ അത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ ഇന്നിപ്പോൾ കുര്യാക്കോസ് അച്ഛനെ ഇന്ന് പരിചയപ്പെട്ടതാണ്. ബെർക്ക്ലിയിൽ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. ഒരു സമ്പർക്കത്തെ പറ്റിയൊക്കെ ഞാൻ അച്ഛനുമായിട്ട് ഷെയർ ചെയ്തു. ഇങ്ങനെയുള്ള വളരെ വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ആളുകളുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഈ വിഷയത്തെപ്പറ്റി പറയുക എന്ന് പറയുന്നത് കുറച്ചൊരു ഇൻറ്റിമിഡേറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അത് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സമാധാനം എന്ന് പറയുന്നത് ഒരു എല്ലാവരും ആഗ്രഹിക്കുന്ന അഭിലഷിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും അത് ഈ കാലഘട്ടത്തിലും അത് തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. കാരണം സമാധാനത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് അതിൻ്റെ അഭാവത്തിലാണ് എന്നുള്ളതാണ്. എവിടെ സമാധാനം തീർത്തും ഇല്ലാതാകുന്നുവോ ആ സമയത്താണ് നമ്മൾ സമാധാനത്തെപ്പറ്റി ഏറ്റവും താല്പര്യത്തോടു കൂടി ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എന്നുള്ളത് ഒരു വിരോധാഭാസമായിട്ട്, ഒരു പാരഡോക്സായിട്ട് തോന്നാം. നമുക്കറിയാം, അതൊരു ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, അതൊരു വലിയ മൂല്യമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ലോകമതങ്ങൾ, എല്ലാ ലോകമതങ്ങളും, ഞാനിവിടെ അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാ ലോകമതങ്ങളും അടിവരയിടുന്ന ഒരു മൂല്യമാണ്. അതിൻ്റെ പ്രാധാന്യം അത് ഗ്രീറ്റിങ്സിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം കാണുന്ന സമയത്ത് പീസ് ബി വിത്ത് യു എന്ന് പറഞ്ഞ എല്ലാ പ്രധാന മതങ്ങളും, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇസ്ലാമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും യഹൂദമതമാണെങ്കിലും അത്ര പ്രധാനപ്പെട്ടൊരു മൂല്യമായതുകൊണ്ടാണത് ഇങ്ങനെ അംഗീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പീസ് എന്ന് പറയുന്ന, സമാധാനം എന്ന് പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആദർശമായും ഒരു മൂല്യമായും അംഗീകരിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് മനസ്സിലാകണമെങ്കിൽ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ സമാധാനം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് അല്പം ഒന്ന് പരിചിന്തനം ചെയ്യുന്നത് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞങ്ങൾക്ക് ഈ അധ്യാപകർക്കുള്ളൊരു കുഴപ്പമാണ്. അവരൊരു എപ്പോഴും ഒരു അനലിറ്റിക്കൽ ഫ്രെയിമിൽ നിന്നുകൊണ്ടായിരിക്കും സംസാരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഈ സമാധാനം എന്ന് പറയുന്നത്? നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ സമാധാനം എന്ന് പറയുമ്പോൾ ഒരു സംഘർഷങ്ങളില്ലാത്ത ഒരു ഓപ്പൺ വയലൻസ്, ഓപ്പൺ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ബ്ലഡ് ഷെഡ്, രക്തച്ചൊരിച്ചിൽ, യുദ്ധം, അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള രൂപമാണല്ലോ യുദ്ധം എന്ന് പറയുന്നത്. നമ്മളിന്നിങ്ങനെ പലതരം യുദ്ധങ്ങളെപ്പറ്റി ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതില്ലാത്ത ഒരു സാഹചര്യത്തെപ്പറ്റി, ഒരവസ്ഥയെപ്പറ്റിയാണ് നമ്മൾ സാധാരണഗതിയിൽ സമാധാനം എന്ന് പറഞ്ഞാൽ. യുദ്ധമില്ലെങ്കിൽ, രക്തച്ചൊരിച്ചിലില്ലെങ്കിൽ, അതുപോലെ തന്നെ സായുധ സംഘർഷങ്ങളില്ലെങ്കിൽ, സംഘട്ടനങ്ങളില്ലെങ്കിൽ, അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ സമാധാനമാണ് എന്നൊരു ധാരണയുണ്ട്. വാസ്തവത്തിൽ ഈ സമാധാനത്തെ പറ്റി ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അത് അവതരിപ്പിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട ചിന്തകൻ, ലോകത്തിലെ ചിന്തകൻ യോഹാൻ ഗാൾട്ടുങ് എന്ന് പറയുന്നയാളാണ്. അദ്ദേഹം ധാരാളം അതേപ്പറ്റി എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ആബ്സെൻസ് ഓഫ് വയലൻസ് എന്ന് പറയുന്ന, ഓപ്പൺ ഡയറക്റ്റ് വയലൻസ് എന്ന് പറയുന്നത് ഈ സമാധാനത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരർത്ഥമാണ്. അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ സമാധാനം കൊണ്ട് ഉദ്ദേശിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതിനൊരു പോസിറ്റീവ് മീനിങ് ഉണ്ട് എന്ന് പറയും.
ഈ പോസിറ്റീവ് മീനിങ്, അതിൻ്റെ ഒരു ഭാവാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരർത്ഥം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ ആദ്യം പറഞ്ഞതിൽ ഒരു വയലൻസിൻ്റെ, ഹിംസയുടെ അഭാവം, അതില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിലെ ഒരു പ്രധാന പരികല്പനയാണ് ഹിംസ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിലെ ഒരു വില്ലനാണ്, ഒരു തമാശ രൂപത്തിൽ പറഞ്ഞാൽ ഈ ഹിംസ. അതുകൊണ്ട് എന്താണ് ഹിംസ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഹിംസ ഇല്ലാത്ത ഒരവസ്ഥ, അതാണ് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം, അവസ്ഥ എന്ന് പറയുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വയലൻസ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഹിംസ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കായികമായി ആക്രമിക്കുക, അതിക്രമിക്കുക, മുറിപ്പെടുത്തുക, കൊല്ലുക, അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് കൊല്ലുക എന്ന് പറയുന്നത്. കിൽ, മർഡർ, ഇതാണ് നമ്മൾ വയലൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാൽറ്റുങ് ഇതിനെ ഡയറക്റ്റ് വയലൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നേരിട്ടുള്ള വയലൻസ്, പേഴ്സണൽ ഓർ ഡയറക്റ്റ് വയലൻസ് എന്നാണ്. ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നു, അതിൻ്റെ ഫലവും നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഇതാണ് വയലൻസ് എന്ന് പറഞ്ഞാൽ എന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഇതല്ല യഥാർത്ഥത്തിൽ വയലൻസ്. ഗാൽറ്റുങ് മാത്രമല്ല, ലോകത്തിലെ പല ചിന്തകന്മാരും, ഗാന്ധിജി ഉൾപ്പെടെയുള്ള പലരും വയലൻസിന് ഒട്ടനവധി സൂക്ഷ്മ രൂപങ്ങളുണ്ട്. നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കാത്ത, നമുക്കത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള, അത് പലപ്പോഴും ഉപരിതല സ്പർശിയല്ലാത്ത നിഗൂഢമായ പല തലങ്ങളും ഈ ഹിംസയ്ക്ക്, അക്രമത്തിന് ഉണ്ട് എന്നറിയേണ്ടതാണ്. ഉദാഹരണത്തിന് ചൂഷണം. നമുക്കറിയാം, നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്, പലപ്പോഴും നമ്മൾ ധരിച്ചിട്ടുള്ളത് യുദ്ധം കൊണ്ടാണെന്നാണ്. യുദ്ധം കൊണ്ട് മരിക്കുന്ന, ഞാനിപ്പോൾ ഏറ്റവും പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് അത് കണ്ടത്, അതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്നത് പട്ടിണി കൊണ്ടാണ്. പട്ടിണിയും മാൽന്യൂട്രീഷനും, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്. എന്തുകൊണ്ടാണ് പട്ടിണി കൊണ്ട് ആളുകൾക്ക് മരിക്കേണ്ടി വരുന്നത്? ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, ആവശ്യത്തിലധികം ഭക്ഷണ സാധനങ്ങൾ ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് അതേപ്പറ്റിയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഭക്ഷണം ധാരാളമായി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കേണ്ടി വരുന്നത്? ഞാൻ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയിൽ 4 കൊല്ലം UGC പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. അപ്പം ഞാൻ ഈ വിൻ്റർ സമയത്ത് ഒരു 9 മണി കഴിഞ്ഞ്, 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾ കഴിഞ്ഞ് അവിടുത്തെ പ്രധാന റോഡുകളിൽ കൂടി 1 മണിക്കൂർ 1.5 മണിക്കൂർ നടക്കാറുണ്ട്. തെരുവിൽ കിടക്കുന്ന ആളുകളെ കാണുന്നതിന് വേണ്ടിയാണ്. അപ്പം ഒരു വാർത്ത ഒരു ദിവസം വന്നു, അതിനെ തുടർന്നാണ് ഞാൻ ഈ യാത്ര ആരംഭിച്ചത്. 2 ആളുകൾ തണുപ്പ് കൊണ്ട് മരിച്ചു. 5 ഡിഗ്രി ഈ തണുപ്പ് വന്നു. ഇവർ മരിച്ചത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ വരാന്തയിൽ കിടന്നാണ്. ഒരു ഷട്ടറിൻ്റെ ഉള്ളിൽ കമ്പിളി വസ്ത്രങ്ങൾ ധാരാളമായിട്ട് അട്ടിയിട്ട് വച്ചിരിക്കുകയാണ്. അതിന് പുറത്ത് കിടന്നാണ് ഇവർ മരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെയാണ് ഭക്ഷണം സുലഭമായിട്ടുള്ള, ഉൽപ്പാദിപ്പിക്കുന്ന, സ്റ്റോക്ക് ചെയ്യുന്ന വെയർഹൗസിംഗ് കോർപ്പറേഷനുകളുടെ ഗോഡൗണിൽ ഇതിങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കേണ്ടി. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ ഒരു ചൂഷണമുണ്ട്. ഇപ്പോൾ ഗാന്ധിജി പറയുന്നത് ചൂഷണം ഹിംസയാണ് പറയും. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സമൂഹത്തിൽ ധാരാളം വിവേചനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. വിവേചനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ എത്രയോ നീണ്ടു പോകും. അത് അസ്പർശ്യത എന്തെന്നാ പറയുക, ഒരു തീണ്ടലും തൊടിയിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടെ. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചൊരു സ്ഥലമാണെന്ന് ഓർക്കും. അൺടച്ചബിലിറ്റിയൊക്കെ നമ്മൾ അയിത്തം ആചരിച്ചിരുന്നു. ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ അയിത്തം ഉണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള വിവേചനം, ബലഹീനനോട്, ദരിദ്രനോട് ഉള്ള വിവേചനം, സ്ത്രീകളോടുള്ള വിവേചനം, ഇങ്ങനെ എത്രയോ തരത്തിലുള്ള വിവേചനമുണ്ട്. ഗാന്ധിജി പറയുന്നത് ഇത് ഹിംസയാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ ഹിംസയായി തോന്നിയില്ലെങ്കിലും ഇത് ഹിംസയാണ്. അതുപോലെ തന്നെ ആധിപത്യം എന്ന് പറയുന്നുണ്ട്, ഡോമിനേഷൻ എന്ന് പറയുന്നു. അതായത് ബലവാനായിട്ടുള്ള ആളുകൾ ബലഹീനരായിട്ടുള്ളവരുടെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്നു.
വ്യക്തികൾ, രാഷ്ട്രങ്ങൾ, സമുദായങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതും ഒരു തരത്തിലുള്ള ഹിംസയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഘടനയിൽ, സാമൂഹ്യ ഘടനയിൽ, സാമ്പത്തിക ഘടനയിൽ, രാഷ്ട്രീയ ഘടനയിൽ എല്ലാം അന്തർഭവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഗാൽറ്റുങ് ഇതിനെ വിശേഷിപ്പിച്ചത്, ഗാന്ധിയുടെ ഈ വിശകലനം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അതിന് സിസ്റ്റമാറ്റൈസ് ചെയ്ത് പറയുന്നതാണ്, ഇതൊരു സ്ട്രക്ചറൽ വയലൻസ് എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തേത് ഡയറക്റ്റ് വയലൻസ്, രണ്ടാമത്തേത് സ്ട്രക്ചറൽ വയലൻസ്. അപ്പോൾ ഒരു ചോദ്യം വരും, സ്വാഭാവികമായിട്ട് വരും, ഇതിങ്ങനെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നൂറുകണക്കിനോ ചിലപ്പോൾ ആയിരക്കണക്കിനോ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഹിംസകൾ, നമുക്കതിനൊരു ബഹുവചനത്തിൽ പറയാം, നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്, നിലനിർത്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അതിനെ നിലനിർത്തുന്ന ചില ശക്തികളുണ്ട് ഇതിനകത്ത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ വയലൻസ് നല്ലതാണെന്നും അത് പ്രയോജനകരമാണെന്നും അതിനെ പൂർണ്ണമായി നമുക്ക് വർജിക്കാൻ അല്ലെങ്കിൽ നിവാരണം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുമുള്ള ചില ധാരണകൾ മനുഷ്യൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന സംവിധാനങ്ങളുണ്ട് ഇവിടെ. ബലമുള്ള ആളുകൾ ബലഹീനരായിട്ടുള്ള ആളുകളുടെ മുകളിൽ സ്വല്പം നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം? ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. അയാൾ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ മുകളിൽ ഒരു സ്വല്പം ആധിപത്യം ചെലുത്തിയാൽ എന്താണ്? അധ്യാപകർ കുട്ടികളെ കോർപ്പറൽ പണിഷ്മെൻറ്റ്, അടി കൊടുത്താൽ എന്താണ് കുഴപ്പം? പോലീസുകാർ ഒരു ക്രിമിനലിനെ പിടിച്ചാൽ അവനെ ഇടിച്ച് സത്യം പറയിപ്പിച്ചാൽ എന്താണ് കുഴപ്പം? 3rd ഡിഗ്രി ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം? പുരോഹിതന്മാർ വിശ്വാസികളുടെ മുകളിൽ വിശ്വാസത്തിൻ്റെ വളരെ സൂക്ഷ്മ ദണ്ഡുകൾ ഉപയോഗിച്ച് സ്വന്തം കാര്യം നേടിയാൽ എന്താണ് കുഴപ്പം? പല തരത്തിലുള്ള വിരട്ടലുകൾ നടത്തി എന്താണ് മഹാപുരോഹിതന്മാർ പുരോഹിതന്മാരെ വരുതിക്ക് നിർത്തിയാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ഇതൊക്കെ ആകാം, ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതിലൊന്നും തെറ്റില്ല എന്നുള്ള ഒരു ധാരണ മനുഷ്യരുടെ മനസ്സിൽ, പ്രത്യേകിച്ചും ഇരകളുടെ മനസ്സിൽ, വിക്ടിംസിൻ്റെ മനസ്സിൽ ജനിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മളുടെ സംസ്കാരങ്ങളിലുണ്ടെന്നുള്ളതാണ്, മതത്തിലും സംസ്കാരങ്ങളിലുണ്ട്. അതുകൊണ്ട് നേരിട്ടുള്ള ഹിംസയെയും ഘടനാപരമായ ഹിംസയെയും ന്യായീകരിക്കുകയും അതിനെ അതുവഴി ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ഏർപ്പാടിന് ഗാൽറ്റുങ് കൾച്ചറൽ വയലൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൾച്ചറിൽ തന്നെ ഇത് അന്തർഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ഉള്ളിടത്തോളം കാലം സമൂഹത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അച്ഛനോട് നീതിയെപ്പറ്റി പറഞ്ഞല്ലോ. ഗാന്ധിജി സമാധാനത്തെ നീതിയുമായി ഇക്വേറ്റ് ചെയ്തയാളാണ്. ദർ ഇസ് നോ പീസ് വിത്തൗട്ട് ജസ്റ്റിസ് എന്ന് പറഞ്ഞയാളാണ്. അത് നമ്മുടെ പ്രൊഫറ്റിക് ട്രഡീഷനിൽ തന്നെ ഉള്ളതാണെന്ന് നമുക്കറിയാം. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുതുതായി ഒന്നും ലോകത്തോട് പറയാനില്ല, സത്യവും അഹിംസയും എന്താണ് പർവ്വതങ്ങളോളം പഴക്കമുള്ളതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വയലൻസ് ഇല്ലാതായി ഘടനാപരമായ നേരിട്ടുള്ള വയലൻസും ഘടനാപരമായ ഹിംസയും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള വയലൻസും ഇല്ലാത്ത ഒരു സാഹചര്യം, ഒരു സ്ഥിതിവിശേഷം, ഒരു സ്റ്റേറ്റ് അത് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, പോസിറ്റീവ് പീസ് എന്ന് പറയുന്നത്. അല്ലാതെ നേരിട്ടുള്ള അക്രമം മാത്രം ഇല്ലാതാവുക, വയലൻ്റായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, സംഘർഷങ്ങൾ ഇല്ലാതാവുക, രക്തച്ചൊരിച്ചിലില്ലാതാവുക, യുദ്ധമില്ലാതാവുക എന്ന് പറയുന്നതല്ല. നേരെ മറിച്ച് ഈ ഘടനാപരമായ ഹിംസയും സാംസ്കാരികമായ ഹിംസയും കൂടി ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള സൃഷ്ടിപരമായ ഒരു സമാധാനം എന്നാണ് ഗാൽറ്റുങ്ങിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്തുകൊണ്ടാണ് എന്താണ് ഇനിയും അതുകൊണ്ട് ഞാനതിൻ്റെ കൂടുതൽ ഇതിനകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ സമാധാനത്തെപ്പറ്റി പറയുമ്പം ഒരു ഇന്നർ പീസ് എന്നുള്ളതിനെ പറ്റി പറയും, ഇന്നർ ഹാർമണി എന്ന് പറയും. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു സമാധാനം, എനിക്ക് തോന്നുന്ന ഒരു സ്വസ്ഥത, ആന്തരികമായിട്ടുള്ളൊരു സ്വസ്ഥത, ഒരു ഇന്നർ ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നുണ്ട്.
അതാണ് ഒരു ഇന്നർ പീസ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഞാൻ അവസാനം അതിലേക്ക് വരും എന്നുള്ളതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരു സോഷ്യൽ ഹാർമണി എന്ന് പറയുന്നത്, ഒരു സമുദായ മൈത്രി, കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നുണ്ട്. പ്രദേശങ്ങൾ തമ്മിലുണ്ടാകുന്ന, മതങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു മൈത്രിയുണ്ട്. അതിൽ നിന്ന് ജനിക്കുന്ന ഒന്നുകൂടിയാണ് സമാധാനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മണിപ്പൂരിലെ കാര്യം, മണിപ്പൂരിൽ എത്നിക് ഗ്രൂപ്പുകൾ തമ്മിലാണ്. അതൊരു തരം വംശീയമായിട്ടുള്ളൊരു ഹിംസയാണ് അവിടെ നടക്കുന്നത്. വളരെ സമാധാനത്തോടു കൂടി അവർ അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് ദീർഘകാലത്തെ സമാധാന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്. അതെല്ലാം ഇന്ന് തകിടം പറഞ്ഞിരിക്കുന്നു. ഈ ഒരു ഭാവം, ഒരു സാഹോദര്യ ഭാവം എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് കൂടി സൂചിപ്പിച്ച് ഞാനത് വിടുകയാണ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സമാധാനം വേണം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയും നമുക്കറിയാം. ഇവിടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പ്രസ്താവിക്കേണ്ടതായിട്ട് വരും, സ്റ്റേറ്റ് ചെയ്യേണ്ടതായിട്ട് ചില പൂർവ്വകൽപ്പനകൾ, ചില ബേസിക് അസംഷൻസ്. അതിലൊന്ന്, നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, എന്താണ് ശരിയായ ഒരർത്ഥപൂർണമായ ഒരു ജീവിതം എന്ന് പറയുന്നത്, സാർത്ഥകമായ ഒരു ജീവിതം എന്താണ്, സഫലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിതം എന്ത് തരം ജീവിതമാണ്. ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിലായിരുന്നപ്പോൾ ജോൺ റസ്കിൻ്റെ പുസ്തകം അൺടു ദിസ് ലാസ്റ്റ് ബൈബിളിൽ നിന്നെടുത്തതാണെന്നറിയാം. അത് വായിച്ച് പഠിച്ച കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതും. അത് വിവർത്തനം ചെയ്തതാണ് സർവോദയം. അതിനകത്ത് ജോൺ റസ്കിൻ ചോദിക്കുന്നതും ഗാന്ധിജി വളരെ പ്രാധാന്യത്തോടുകൂടി സ്വീകരിച്ചത്, എന്ത് തരം ജീവിതമാണ് അഭികാമ്യമായ ഒരു ജീവിതം, എന്ത് തരം ജീവിത ക്രമമാണ്, ജീവിത രീതിയാണ്, ദ ലൈഫ് വർത്ത് ലിവിങ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഇതിന് ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്നും ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്നും ഉള്ള ഒരു വിശ്വാസം വേണം. അപ്പം മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്തെന്നാ പറയുക, അതൊരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. നമുക്കറിയാലോ ഷേക്സ്പിയറുടെ പ്രഖ്യാതമായ ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈയിങ് നത്തിങ്. ഇറ്റ്സ് എ പുവർ പ്ലെയർ ദാറ്റ് frets and stretches his hour upon the stage and then is heard no more എന്ന് പറയും. അതാണോ ജീവിതം? ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ടെലിയോസ് എന്ന് പറയുന്നത്. അതാണ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ആ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, സമ്പൂർണമായി സമർപ്പിതമായി ജീവിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ജീവിതത്തിൻ്റെ, അങ്ങനെയാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. ജീവിതത്തിന് അർത്ഥം നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നതാണ്, മറ്റാരും കൽപ്പിച്ച് ഒരു പൂർവ്വകൽപ്പിതമായി നൽകുന്ന ഒന്നല്ല. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ഞാൻ സൃഷ്ടിക്കുന്നതാണ്. അതിപ്പം അച്ഛന്മാർ വിചാരിച്ചാൽ എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കിത്തരാൻ സാധിക്കില്ല. അതെന്താണ്? ജീവിതത്തിനൊരു പാര്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്നുള്ളത് മതങ്ങൾ ഓരോന്നും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി, എൻ്റെ ജീവിത ശൈലി, എൻ്റെ ജീവിത രീതി അതിനെ ക്രമപ്പെടുത്തുകയും പൂർണ്ണ സമർപ്പണത്തോടുകൂടി, പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റോടുകൂടി, എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും എൻ്റെ സൃഷ്ടിപരമായ പ്രകൃതി അല്ലെങ്കിൽ ദൈവം തന്നിട്ടുള്ള കഴിവുകളും ഇതിനു വേണ്ടി പൂർണ്ണമായി വിനിയോഗിച്ച് ജീവിക്കുമ്പോൾ ആണ് എൻ്റെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നതെന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഉള്ള ഒരു ജീവിതമാണ് ഒരു ആനന്ദകരമായ ജീവിതം എന്ന് പറയുന്നത്. ഇന്ത്യൻ തത്വചിന്തയിൽ ആനന്ദം എന്നുള്ളൊരു വാക്കുണ്ട്. മതങ്ങളിങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ഒരു ആത്മീയ ജീവിതം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറയും, അല്ലെങ്കിൽ വിശ്വാസ ജീവിതം എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതാണ് ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് സാമൂഹ്യ ശാസ്ത്രത്തിലും ചിന്തകന്മാരും
ഇപ്പോൾ ഗാന്ധിജി, കാറൽ മാർക്സും ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഏറെക്കുറെ ഒരേ പദങ്ങളാണ്. ഒരു അൺഏലിയനേറ്റഡ് ലൈഫ് എന്ന് പറയും, ഒരു അന്യവൽകൃതമല്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ലിവിങ് വിത്ത് എ പർപ്പസ്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് പൂർണ്ണമായി ഇൻവോൾവ് ആകാനായിട്ട് സാധിക്കണം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സർവശക്തിയോടുകൂടി നമുക്കതിൽ ഇൻവോൾവ് ആകാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള ഒരു ലൈഫാണ് ഒരു അന്യവൽകൃതമല്ലാത്ത അൺഏലിയനേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പം മാർക്സ് ഇതെങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സാധിക്കുന്നത്? ഇതാണ് പ്രശ്നം. ഇപ്പോൾ മാർക്സ് പറയുന്നത്, ഞാനൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പറയുക, ഈ ചരിത്രത്തിനൊരു ടെലിയോസ് ഉണ്ട്. ചരിത്രം ഒരു പ്രത്യേക രീതിയിൽ എന്തെന്നാണ് പറയുന്നത്, പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്റ്റേജസിൽ കൂടി പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് അത് വന്നു, ഫ്യൂഡലിസം വന്നു, അത് കഴിഞ്ഞ് പിന്നീട് ക്യാപിറ്റലിസം വന്നു, അത് കഴിഞ്ഞ് സോഷ്യലിസത്തിൽ കൂടി അതിങ്ങനെ പരിണമിച്ച് ഒരു വർഗരഹിത കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ടെലിയോസ് എന്ന് പറയുന്നത്, ഹിസ്റ്ററിയുടെ. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സാമൂഹ്യ ക്രമം ഈ പരിണാമത്തിൻ്റെ ഏത് ഘട്ടത്തിൽ നിൽക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്നതിനു വേണ്ടി ഏറ്റവും ഫലപ്രദമായി ഇടപെടുന്നതാണ് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നത്. അതാണ് ഒരു വ്യക്തിയുടെ ജീവിതം ആ കാലഘട്ടത്തിൽ ജീവിതം സഫലമാക്കുന്നതാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റലിസത്തിൻ്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞത്, വർഗസമരത്തിൽ കൂടി ഇതിനെ അട്ടിമറിച്ച് ഒരു സോഷ്യലിസം സ്ഥാപിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ധർമ്മം. അതാണെന്ന് പറയും. അങ്ങനെ ചെയ്യുന്നതാണ് സഫലമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ വ്യക്തികൾക്കും അതുപോലെ തന്നെ ചരിത്രത്തിനും ഒരു ടെലിയോസ് ഉണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞു. എന്താണത്? അത് ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള, അഹിംസാത്മകമായിട്ടുള്ള ഒരു സമൂഹം, ഹിംസയെ മിനിമൈസ് ചെയ്യുന്ന ഒരു സമൂഹം, അതിലേക്ക് നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിക്ക് വ്യക്തി ജീവിതത്തിൽ ഈ തരത്തിൽ അർത്ഥപൂർണമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് ഒരു ടെലിയോസ് ഉണ്ട്, ഒരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. ചരിത്രത്തിനും ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്നതാണ്. ഗാന്ധിജി പറയുന്നതിന് രണ്ട് തമ്മിലൊരു വ്യക്തിയുടെ ടെലിയോസും സമൂഹത്തിൻ്റെ ടെലിയോസും തമ്മിൽ നമുക്ക് വ്യവച്ഛേദിക്കാനോ വേർതിരിക്കാനോ സാധിക്കില്ല. അത് പരസ്പരം പൂരകമായും കെട്ടുപിണഞ്ഞും കിടക്കുന്നതാണ് എന്ന് പറയും. ഇങ്ങനെയാണ് നമുക്ക് സഫലമായും സാർത്ഥകമായും ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ജീവിക്കണമെങ്കിൽ അതിന് സമാധാനം അനുപേക്ഷണീയമാണ് എന്നുള്ളതാണ്. നമുക്കൊരു ഹിംസയുടെ അന്തരീക്ഷത്തിൽ, സംഘർഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ, ചൂഷണത്തിൻ്റെ അന്തരീക്ഷത്തിൽ, വിവേചനത്തിൻ്റെ അന്തരീക്ഷത്തിൽ, മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മളുടെ ഈ ടെലിയോസ് സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. ജീവിത ലക്ഷ്യം അർത്ഥപൂർണമായി സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സമാധാനം കാക്ഷിക്കുന്നതും സമാധാനം പ്രസക്തമാകുന്നതും പ്രധാനമാകുന്നതും അതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതാണ് ഇതേപ്പറ്റി പൊതുവെ പറയാനുള്ളത്. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ തൽക്കാലം വിടുകയാണ്. സമാധാനത്തിൻ്റെ ഒരു ബാഹ്യ സമാധാനം, ആന്തരിക സമാധാനം തുടങ്ങിയിട്ടുള്ള വ്യവച്ഛേദങ്ങളുണ്ട്. അത് ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ വേൾഡ് ഓർഡറിനെ പറ്റി കൂടി ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞു അവസാനം. എന്താണ് ഒരു സമാധാനത്തെ പറ്റിയുള്ള ഒരാലോചനയിൽ, ഒരു സംഭാഷണത്തിൽ ഈ ലോകക്രമത്തിൻ്റെ പ്രസക്തി എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ലോകക്രമത്തെ പറ്റി ആലോചിക്കുന്നത്? നമുക്കറിയാം, ഇന്നത്തെ ലോകക്രമത്തെ പറ്റി എക്സ്റ്റെൻസീവായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, പല തലങ്ങളിലുള്ള ചർച്ചകൾ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ചിന്തകന്മാർ സർവകലാശാലകളിലൊക്കെ അവരും ഇതേപ്പറ്റി വളരെ ഗൗരവപൂർവമുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ ലോകക്രമം, ഈ ലോകക്രമ പഠനം എന്ന് പറയുന്ന ഒരു പഠനശാഖ തന്നെ, വേൾഡ് ഓർഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പഠനശാഖ തന്നെ ഉണ്ട്. ലോകക്രമത്തെ സംബന്ധിച്ച് അധികാര സ്ഥാനങ്ങളും അധികാരവും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പണ്ട് ഇമ്മാനുവൽ വാളൻസ്റ്റീൻ സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുണ്ട്.
വേൾഡ് സിസ്റ്റംസ് തിയറി എന്ന് പറഞ്ഞൊന്ന് അദ്ദേഹം ഇവോൾവ് ചെയ്തു. അവിടുന്ന് ആരംഭിക്കുന്നതാണ് ഈ വേൾഡ് ഓർഡർ സ്റ്റഡീസ്. നമുക്കറിയാം ഇന്നത്തെ ഈ ലോകക്രമം എന്ന് പറയുന്നത് രൂപപ്പെടാൻ തുടങ്ങിയത് 90കളിലാണ്. 90കൾ വരെ നമുക്കറിയാം ഒരു ബൈപോളാർ വേൾഡായിരുന്നു, ഒരു ഇരട്ട ധ്രുവ ലോകക്രമമായിരുന്നു. ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ നയിക്കുന്ന സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു ശാക്തിക ചേരിയും, മറുഭാഗത്ത് ഈ പറയുന്ന യൂറോപ്പും അതുപോലെ അമേരിക്ക നയിക്കുന്ന ബിഗ് ബ്രദർ അമേരിക്ക നയിക്കുന്ന ഒരു ശാക്തിക ചേരിയും തമ്മിലുള്ള നമ്മൾ കോൾഡ് വാർ, ശീതയുദ്ധം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ലോകക്രമമായിരുന്നു നമുക്കറിയാം. ഒരു ബൈപോളാർ വേൾഡ് ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയേണ്ട കാര്യമില്ല. ഈ 90കളുടെ അവസാനം 89, 90, 91 ഈ വർഷങ്ങൾ ഈ മാനവരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൻ്റെ ഒരു ഗതി നിർണയിച്ചതാണ്. അന്നാണ് ഈ സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ മേൽക്കോയ്മയിൽ നിന്ന് സ്വതന്ത്രമാവുകയും സോവിയറ്റ് യൂണിയനിൽ തന്നെ ഉണ്ടായിരുന്ന പല സോവിയറ്റുകളെന്ന് വിളിച്ചിരുന്ന പല രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങൾ, ലാറ്റ്വ, ലിത്വേനിയ, എസ്തോണിയ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളും സ്വതന്ത്രമാവുകയും റഷ്യ അവരെ വിരട്ടി നോക്കിയിട്ട് അവരുടെ അതിന് വിധേയരാകാതെ അവർ സ്വാതന്ത്ര്യം, അങ്ങനെ ഈ ലോകത്ത് വലിയ ഒരു മാറ്റം ഉണ്ടായി. ആ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അന്നാണ് ഫുക്കുയാമ ഒരു തിയറി അവതരിപ്പിച്ചത്. അതാണ് ദി എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. ചരിത്രം അവസാനിച്ചിരിക്കുന്നു, ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രം നമ്മൾ തത്കാലം അത് മനസ്സിലാക്കിയാൽ മതി. അതിനകത്തൊരു പരിഹാസമുണ്ട്, മാർക്സിൻ്റെ റൈറ്റിങ്സിനോടുള്ള ഒരു പരിഹാസം കൂടി അതിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മാർക്സ് വായിച്ചിട്ടുള്ളവർക്കറിയാം. അദ്ദേഹം പറഞ്ഞത് ഈ കമ്മ്യൂണിസം വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ചരിത്രം ആരംഭിക്കുന്നത്, അതുവരെയുള്ളത് ഒരു പ്രീ ഹിസ്റ്ററിയാണ് എന്ന് പറഞ്ഞതിനെ ലാംപൂൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ എഴുതിയെന്ന് ഞാൻ ഊഹിക്കുന്നു. ഏതായാലും ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി എന്താണ്, ഇനി ഈ ലോകത്ത് ഐഡിയോളജികൾ തമ്മിലുള്ള സംഘർഷം അവസാനിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള സംഘർഷം മാനവരാശിയുടെ ഭാവി നിർണ്ണയിക്കുന്ന ആ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. ഇനി ഇത് ക്യാപിറ്റലിസത്തിൻ്റെ യുഗമാണ്. ക്യാപിറ്റലിസത്തിൻ്റെ ഒരു അശ്വമേധം ആണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് ഒരു കാഴ്ചപ്പാടുണ്ടായി. അങ്ങനെ ഒരു ഏകധ്രുവ ലോകക്രമം രൂപപ്പെട്ടു വരികയാണ് ചെയ്തത്. അത് 90കൾക്ക് ശേഷം വളരെ ശക്തമായി. അത് ലോകത്ത് മുഴുവൻ അത് അന്ന് ഈ അമേരിക്കയുടെയും അതിലെ യൂറോപ്യൻ നാറ്റോ സഖ്യകക്ഷികളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഗാറ്റ്, ഇതെല്ലാം വഴി ഈ ഒരു ലോകക്രമം മറ്റ് രാഷ്ട്രങ്ങളെ കൊണ്ടും ഈ ഒരു ക്രമം, ഒരു രാഷ്ട്രീയ സംവിധാനം, സാമ്പത്തിക സംവിധാനം മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിന് പല മെത്തേഡ് അവർ പല വഴികൾ ഉപയോഗിച്ചു. അങ്ങനെ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ലോകക്രമം രൂപപ്പെട്ടു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ലോകത്തെ ഒരു കമ്പോളമാക്കി മാറ്റുകയാണ് ചെയ്തത്, ഒരു മാർക്കറ്റായിട്ട് മാറ്റി. എന്നിട്ട് അവർ പറഞ്ഞത് ഇവിടെ മൂലധനം, അതുപോലെ തന്നെ ലേബർ, ടെക്നോളജി, ഈ 3 കാര്യങ്ങളാണ് ലോകത്ത് രൂപപ്പെടുത്തുന്നത്. ഇത് 3ഉം സർവതന്ത്ര സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കണം ലോകത്തെമ്പാടും. അതിന് സഹായകമായിട്ടുള്ള ഒരു ലോകക്രമം അവർ രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് 2 കാര്യങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവർ അനുവദിച്ചു, സമ്പന്ന രാജ്യങ്ങൾ അനുവദിച്ചു. എന്താണ്? 1 മൂലധനം, 2 ടെക്നോളജി. പക്ഷേ ലേബർ എന്ന് പറയുന്നത് അങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നിരീക്ഷണങ്ങളും നിയന്ത്രണങ്ങളും അവർ ഏർപ്പെടുത്തി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു ലോകക്രമം ഉണ്ടായി വന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനം എന്താണ്? കമ്പോളമാണ്, കമ്പോള നിയമങ്ങൾ. അതാണ് മാനവരാശിയുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഈ കമ്പോള നിയമങ്ങളാണ്. കമ്പോളത്തിൻ്റെ പണ്ടത്തെ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഇൻവിസിബിൾ ഹാൻഡ് ദ മാർക്കറ്റ് എന്ന് പറയുന്നുണ്ട്, അദൃശ്യമായ കരം. അതാണ്. അതുകൊണ്ട് ഈ കമ്പോളവൽകൃത ലോകക്രമത്തിനനുസൃതമായി ഓരോ ദേശരാഷ്ട്രവും അവരുടെ സംവിധാനങ്ങളെ, അവരുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സംവിധാനങ്ങളെ മാറ്റിത്തീർക്കുക എന്ന് പറയുന്ന, അതുമായിട്ട് കൺഫോം ചെയ്യണം. പോളിൻ്റെ ഒരു പ്രയോഗമാണല്ലോ കൺഫോം എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം സാർ.
കൺഫേം ചെയ്യണം, അങ്ങനെ മാറ്റി തീർക്കാൻ. എന്തു ചെയ്തു? ദേശരാഷ്ട്രങ്ങൾ മാത്രമല്ല, ദേശരാഷ്ട്രങ്ങൾക്കുള്ളിലുള്ള എല്ലാ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ കമ്പോളവുമായി അനുരൂപപ്പെടുന്ന തരത്തിൽ, കൺഫേം ചെയ്യുന്ന തരത്തിൽ അവരുടെ ആന്തരിക സംവിധാനങ്ങളെ മാറ്റി തീർത്തു എന്നുള്ളതാണ്. സഭകൾ ഉൾപ്പെടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലോക കമ്പോളം നൽകുന്ന അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നതാണ് ഏറ്റവും മിടുക്ക്, സാമർഥ്യം എന്ന് പ്രചരിപ്പിച്ച് നമ്മൾ അതിനു വേണ്ടി ഉള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഉണ്ടാക്കിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ, സഭകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടാക്കി. എന്തിനാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ? രൂപകതകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടാക്കി, സഭകൾ ഉണ്ടാക്കി. എന്തിനാണ് ഉണ്ടാക്കിയത്? ഈ ലോക കമ്പോളത്തിന് അവർ സൃഷ്ടിക്കുന്ന തൊഴിലുകളുണ്ട്. ആ തൊഴിലുകൾ പരമാവധി നമുക്ക് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ വിദഗ്ധരെ, വൈദഗ്ധ്യം ഉള്ള ആളുകളെ സൃഷ്ടിച്ചു വിടുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ലോകത്ത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി ആലോചിച്ചു പോലുമില്ല എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടി എന്ത് മൂല്യമാണ് ഈ കുട്ടികൾക്ക് നൽകുന്നത് എന്നതിനെപ്പറ്റി ആലോചിച്ചു പോലുമില്ല. കമ്പോളം സൃഷ്ടിക്കുന്ന ഈ സൗകര്യം, ഈ അവസരം, അത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതിലേക്ക് ഇത് ന്യൂനീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ കമ്പോള നിയമം ലോകത്തെ ആകെ കൂടി, ജീവിതത്തെ ആകെ കൂടി സ്വാധീനിക്കുന്ന ഒരു തരത്തിലേക്ക് വന്നു എന്ന് പറയുന്നതാണ്. നമ്മുടെ എല്ലാ ജീവിതശൈലി ആകെ കൂടി മാറി. നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ കുടുംബത്തെ പറ്റിയിട്ടുള്ള സങ്കല്പം, കുട്ടികളെ പറ്റിയിട്ടുള്ള സങ്കല്പം. കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത് എന്തിനാണ്? ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന പണി ഏതാണോ അതിന് വേണ്ടിയിട്ട് വിടുകയാണ് പഠിപ്പ്. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പണം മുടക്കി കുട്ടികളെ അവിടെ പരിശീലിപ്പിക്കും. ഒട്ടും സുരക്ഷിതമല്ലാത്ത യുക്രൈനിൽ നമ്മുടെ കുട്ടികൾ മെഡിസിൻ പഠിക്കാൻ പോകും. യുക്രൈനിൽ യുദ്ധം ഉള്ളപ്പോൾ പോലും കുട്ടികളെ തിരിച്ച് അവിടെ വിടുന്നതിന് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളത്. എങ്ങനെയെങ്കിലും പോയി പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. നമ്മുടെ ഇവിടെ നിന്നുള്ള കുട്ടികളെ നഴ്സിംഗ് പഠിക്കാൻ ആന്ധ്രയിലും കർണാടകത്തിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിട്ടു. ഹോസ്പിറ്റലില്ല, ആശുപത്രിയില്ല, എന്നാലും സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കുട്ടികളെ ഇങ്ങനെ പണമുണ്ടാക്കുന്നതിനുള്ള ഈ കമ്പോളം സൃഷ്ടിക്കുന്ന അവസരങ്ങൾ കൈക്കലാക്കുന്നതിനുള്ള പ്രാപ്തി, സാങ്കേതികമായിട്ടുള്ള പ്രാപ്തി അവർക്ക് നേടിക്കൊടുക്കുക എന്ന് പറയുന്നതിലേക്ക് കുട്ടികളെ പറ്റിയിട്ടുള്ള നമ്മുടെ സ്വപ്നം മാറിപ്പോയി എന്നുള്ളതാണ്. ഇങ്ങനെ വരികയും പണം എന്ന് പറയുന്നത് ഇത് ഏറ്റവും വലിയ ഒരു മൂല്യമായി മാറുകയും ജീവിതത്തിൽ ഏറ്റവും സ്വീകാര്യമായ ഒരു വാല്യൂ എന്ന് പറയുന്നത് ജീവിതം ആസ്വദിക്കുക എന്ന് പറയുന്നത്, എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കുക. നമുക്കറിയാമല്ലോ, നമ്മുടെ നയിക്കുന്ന ആളുകളുടെ, രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒക്കെ നയിക്കുന്ന ആളുകളുടെ ജീവിതക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റം, അവരുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, യാത്ര ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കാറുകൾ, വസ്ത്രം, ഇങ്ങനെയുള്ള അവർ താമസിക്കുന്ന വീടുകൾ, ഇതൊക്കെ നോക്കിയാൽ നമുക്കറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ കമ്പോള മൂല്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് നമ്മൾ കീഴടക്കുന്നു. കമ്പോളത്തിൽ നടക്കുന്ന മത്സരമാണെന്ന് നമുക്കറിയാം. ഈ മത്സരം എന്ന് പറയുന്നത് സമാധാനം കെടുത്തുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഈ ആധുനിക ലോകക്രമം, ഈ വിഭവങ്ങൾ, ഈ മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ എന്തു വേണം? എല്ലാത്തിനെയും കമ്മോഡിറ്റി ആയിട്ട് മാറ്റണം. നമുക്കറിയാം, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുഴുവൻ നമ്മൾ കമ്മോഡിറ്റൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം എന്തെന്നാ, തെയ്യം, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തെയ്യം, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കഥകളി, മിനി പൂരം, ഇതൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അതിങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പണം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ റിച്വൽസിനെ ഇതനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്ത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു എല്ലാം കമ്പോളത്തിന് അനുസൃതമാക്കുന്ന ഒരു രീതി വരികയും അത് നമ്മുടെ ഈ സമാധാനത്തെയും ജീവിതത്തിൻ്റെ ഈ ലക്ഷ്യബോധത്തെയും എല്ലാം തകർത്ത് കളയുകയും ചെയ്ത് അത് വിഭവങ്ങൾക്ക് വേണ്ടി രാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നപ്പോഴാണ് അത് യുദ്ധത്തിലേക്ക് മാറി കലാശിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ യുക്രൈനിൽ നിന്നും എവിടെയും നമുക്കത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഗൾഫിലുണ്ടാകുന്ന യുദ്ധം അങ്ങനെ തുടങ്ങിയിട്ട് വിഭവങ്ങൾക്ക് വേണ്ടിയാണ്.
ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, ഒരു കുടിയിറക്ക് എന്ന് പറയുന്നത് ഈ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന മേഖലകളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വിഭവങ്ങൾ അവരാണിത് സംരക്ഷിച്ച് നിലനിർത്തിയിരുന്നത്. ആ റിസോഴ്സസ് കൈക്കലാക്കുന്നതിന് വേണ്ടി ഭരണകൂടങ്ങൾ ശ്രമിക്കുകയും, അത് നേരിട്ടല്ല ശ്രമിക്കുന്നത്, വലിയ ബഹിരാഷ്ട്ര കമ്പനികൾ വഴിയാണ് അവർ ചെയ്യുന്നത്. അവർക്കിത് എഴുതി കൊടുക്കുവാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിക്കുന്നയാളാണ്. മെക്സിക്കോയിൽ ആദിവാസികൾ താമസിക്കുന്ന മായൻസും ആസ്റ്റക്കുകളൊക്കെ താമസിക്കുന്ന പ്രദേശങ്ങളിൽ, ബ്രസീലിൽ ആമസോൺ കാടുകൾ, അവിടുത്തെ ടിമ്പർ തട്ടിക്കൊണ്ടുപോകുന്നതിനും, അതുപോലെ തന്നെ അവിടെ എന്തെന്നാ പറയുക, കാറ്റിൽ ഫീഡിന് പുല്ല് വളർത്തുന്നതിനും വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അത് മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആദിവാസികൾ. അവർ ഡിസ്പ്ലേസ്ഡ് ആകുന്നു. നേറ്റീവ് അമേരിക്കൻസ് സൗത്ത് ഡക്കോട്ട, നോർത്ത് ഡക്കോട്ടയിൽ അവരുടെ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള മൈനിങ് നടക്കുന്നു. ഇങ്ങനെ അതുപോലെ ഓസ്ട്രേലിയയിൽ നമുക്കറിയാം, ന്യൂസിലൻഡിൽ അറിയാം, ഇങ്ങനെ ഇത് നടക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ പ്രാദേശികമായിട്ടുള്ള സംഘർഷങ്ങളിലേക്കും യുദ്ധത്തിലേക്കും നയിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഈ ലോകക്രമം സമാധാനം തകർക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ എന്താണ് നമ്മുടെ ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ചുമതല എന്താണ്? ഈ സമാധാനം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനായജ്ഞം നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതുണ്ട്. ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ബിയാറ്റിറ്റ്യൂഡ്സിൽ പീസിനെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്, നീതിയെപ്പറ്റി അവസാനം ഒരു ഭാഗം. ബ്ലെസ്ഡ് ആർ ദ മേക്കേഴ്സ് ഓഫ് പീസ്. ബ്ലെസ്ഡ് ആർ ദ മേക്കേഴ്സ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുക? സമാധാനം എന്ന് പറയുന്നത് നമ്മൾ തനിയെ ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കേണ്ടതാണ്. പീസ് സ്റ്റഡീസിൽ ഞങ്ങൾ 3 ടേംസ് ഉപയോഗിക്കും സാങ്കേതികമായിട്ട്. ഒന്ന് പീസ് മേക്കിംഗ് എന്ന് പറയുന്നുണ്ട്, 2 പീസ് കീപ്പിംഗ്, 3 പീസ് ബിൽഡിംഗ്. പീസ് മേക്കിംഗ് എന്ന് പറയുന്നുണ്ട്. യു ഹാവ് ടു മേക്ക് പീസ്. അതിന് എഫർട്ട് എടുക്കണം. അതിനുള്ള എഫർട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമാധാനത്തിൻ്റെ പ്രാധാന്യം എന്താണ് സമാധാനം, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഐ മസ്റ്റ് ബി അറ്റ് പീസ് വിത്തിൻ മൈസെൽഫ്. എൻ്റെ ഉള്ളിൽ ഞാൻ സമാധാനം അനുഭവിക്കുന്നില്ലെങ്കിൽ, ഇഫ് ഐ ആം നോട്ട് എ പീസ്ഫുൾ പേഴ്സൺ, ഹൗ ക്യാൻ ഐ മേക്ക് പീസ്? ഹൗ ക്യാൻ ഐ ബി ആൻ ഏജന്റ് ഓഫ് പീസ്? ഇതെങ്ങനെയാണ് ഈ നമ്മുടെ ഉള്ളിൽ ഈ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഹൗ ക്യാൻ ബി? അതിന് ഗാന്ധിജി പറയുന്നത് ഒരു ട്രിപ്പിൾ ഹാർമണിയെ പറ്റി ഗാന്ധിജി പറയും. ഒന്ന്, നമ്മുടെ ഈ ഒരു ശരീരത്തിൻ്റെ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഫാക്ടേഴ്സ്. അതാണ് ഇത് 3ഉം തമ്മിലുള്ളൊരു ഹാർമണി ഉണ്ടാകണം. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് 3ഉം തമ്മിലൊരു ഹാർമണി ഉണ്ടാകണം. അതാണ് ഒരു ഇന്നർ ഹാർമണി. ഇവിടെ ഒരു ഡയമെൻഷൻ അതാണ്. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഇത് തമ്മിലൊരു ഹാർമണി ഉണ്ടാകണം. നമ്മളൊന്ന് ചിന്തിക്കുകയും വേറൊന്ന് പറയുകയും മൂന്നാമതൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇന്നർ ഡിസ്കോർഡുണ്ട്. അതൊരു ഇന്നർ കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. അത് വലിയ സംഘർഷം, ആന്തരിക സംഘർഷം. അതുകൊണ്ട് നമുക്ക് ഒരു ഏജന്റ് ഓഫ് പീസ് ആകാനായിട്ട് ഒരു പീസ് മേക്കർ ആകാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ നമ്മുടെ സഹജീവികളുമായും അതുപോലെ തന്നെ ഈ പ്രകൃതിയുമായും നേടേണ്ട ഒരു ഹാർമണി എന്ന് പറയുന്നത്, ഒരു കോസ്മിക് ഹാർമണി. ഇത് 3ഉം കൂടുമ്പോഴാണ് ഒരാൾക്ക് ഒരു ഇന്നർ പീസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. ഇത് ഈ പീസ് മേക്കിങ്ങിൻ്റെ ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പീസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ലോങ് ടൈം പ്രോസസ്സിൽ വരുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരണമെങ്കിൽ എന്തു വേണം? നമ്മുടെ സെൻറ്റ് പോള് ഈ എപ്പിസിൽ പറയുന്ന, റോമൻസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോണ്ട് കൺഫോം ടു ദ പാറ്റേൺസ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്, പകരം എന്ത് ചെയ്യണം? നിങ്ങൾ പുതുക്കണം, സ്വയം പുതുക്കി സൃഷ്ടിക്കണം എന്ന് പറയും. അതുകൊണ്ട് ഇന്നത്തെ ഈ ലോകക്രമവുമായി അനുരൂപപ്പെടാൻ ആണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ, അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, വ്യക്തികൾ എന്നുള്ള നിലയിലും
ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള നിലയിലും അതാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ആർ വാക്കിംഗ് ഇൻ ടു കോൺഫ്ലിക്റ്റ്, വി ആർ അക്സെപ്റ്റിംഗ് ഒരു കോൺഫ്ലിക്ച്വലാണ് എന്നുള്ളത്. കോൺഫ്ലിക്റ്റ് ടോട്ടലായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയാമല്ലോ, സംഘർഷത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് മാറി നിൽക്കാനായിട്ട് ഈ ലോകത്തോട് കൺഫോം ചെയ്യാതിരിക്കാനുള്ള ആർജവം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അല്ലാതെ ഈ ലോകവുമായി കൺഫോം ചെയ്ത് ഇതിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടിയിട്ട് യേശുക്രിസ്തുവിനെ ചോദിച്ചിട്ടുണ്ട്, ഇഫ് യു ഗെയിൻ ദ ഹോൾ വേൾഡ് ആൻഡ് ലൂസ് യുവർ സോൾ വാട്ട് അവൈലത്ത് ഇറ്റ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഇന്നർ ട്രാൻസ്ഫർമേഷൻ, സെയിൻറ്റ് പോൾ പറയുന്നത് പോലെ നമ്മുടെ ഈ ലോകത്തോട് അനുരൂപപ്പെടാൻ ബോധപൂർവം വിസമ്മതിച്ചു. കാരണം എന്താണ്? ഇത് ഹൈലി ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള, ഏലിനേറ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതുമായി അനുരൂപപ്പെടാൻ വിസമ്മതിച്ച്, ബോധപൂർവം വിസമ്മതിച്ച് നമ്മൾ സ്വയം ട്രാൻസ്ഫോംഡായി സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുന്നതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് വലിയ റിസ്ക്കാണ്, ഒരു ചലഞ്ചാണ്. അത് നമ്മൾ ഏറ്റെടുക്കാൻ സന്നദ്ധരാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം ഉപസംഹരിക്കുകയാണ്. ഓ ഷുവർ, ചോദ്യമല്ല, ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞതൊന്ന് ആത്യന്തികമായി ശരിയാണ്. ഇനി അച്ഛൻ പറഞ്ഞതിനോട് ഇത് പൊതുവെ വളരെ വ്യാപകമായി ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ നോൺ വയലൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഗാന്ധിജിയുടെ ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത്, ഈ ഹ്യൂമൻ ബീയിങ്സ് ആർ നാച്ചുറലി നോൺ വയലൻറ്റ് ബൈ നേച്ചർ. നാച്ചുറലി മീൻസ് ബൈ നേച്ചർ. ഇത് വലിയ എന്താ പറയുക, പ്രൊട്ടസ്റ്റ്. ഞാനൊരു സൈക്കോളജി സ്കൂളിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 70 കൈയെങ്കിലും ഉയർന്നു എന്നുള്ളതാണ് സദസ്സിൽ നിന്ന്. മനുഷ്യൻ നാച്ചുറലി ബൈ നേച്ചർ നോൺ വയലൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ മനുഷ്യൻ നാച്ചുറലി വയലൻ്റ് ആണ് എന്നാണ് ഇവരുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വിശ്വാസം. അതുകൊണ്ടാണല്ലോ അവർ ഇങ്ങനെ ഷോക്കായി അവർ. അപ്പം അതിനുള്ള വളരെ ലളിതമായൊരു ചോദ്യം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു തിരിച്ചൊരു ചോദ്യം, ഒരു ഉത്തരം മുട്ടിക്കാൻ സമർത്ഥനായ അധ്യാപകൻ കുട്ടികളോട് ചോദിക്കുന്നത് ചോദ്യമല്ല. ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യ വ്യക്തിക്ക്, സാധാരണ ഒരു മനുഷ്യ വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലാണ് അവനവൻ്റെ കഴിവുകൾ, പ്രാപ്തികൾ അത് പരമാവധി ഫലപ്രദമായി, ഭംഗിയായി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു? ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് വയലൻസ് ഓർ ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് നോൺ വയലൻസ് ആൻഡ് പീസ്? അതാണ് എൻ്റെ ടെസ്റ്റ്. അതാണ് വെൻ ഡു യു ഫീൽ മോർ അറ്റ് ഹോം? നമുക്കെപ്പോഴാണ് ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണോ, അതെയോ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള നോൺ വയലൻ്റ് എന്നുള്ളത് ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു ഫീൽ അറ്റ് ഈസ് തോന്നുന്നത് എപ്പോഴാണ്? ഈ 2 ടെസ്റ്റ് മതി എന്താണ് കൂടുതൽ നാച്ചുറൽ എന്ന് മനസ്സിലാക്കുന്നതിനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വേറെ വളരെ സങ്കീർണമായിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകളും ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്നുള്ള. അപ്പം അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി പറയുന്നത്, ഇഫ് പീപ്പിൾ ആർ നാച്ചുറലി ഇൻക്ലൈൻഡ് ടുവേർഡ്സ് നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കുറേ കൂടെ സിമ്പിളറായിട്ട് പറയാം.
What is it that we all want? To be loved and to love, or to be hated or to hate? ഇതാണ് ഞാൻ സൈക്കോളജി സ്കൂളുകാരോട് ചോദിച്ച ചോദ്യം. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് നിങ്ങളൊരു ബേസിക് അർജ് എന്താണ്? സ്നേഹിക്കപ്പെടണമെന്നും സ്നേഹിക്കണമെന്നുമാണോ, വെറുക്കപ്പെടണമെന്നും വെറുക്കണമെന്നുമാണോ? എപ്പോഴാണ് നമ്മൾ കൂടുതൽ സന്തുഷ്ടരും സംതൃപ്തരും ആകുന്നത്? സ്നേഹിക്കപ്പെടുമ്പോഴാണോ വെറുക്കപ്പെടുമ്പോഴാണോ? ഇത് മതി ഈ ചോദ്യം, ഇതിന് മറുപടി കിട്ടുന്നത്. അതുകൊണ്ട് മനുഷ്യർ സമാധാനം കാക്ഷിക്കുന്നു എന്ന് പറയുന്നത് സമാധാനം എന്തുകൊണ്ടാണ്? സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നമുക്ക് കൂടുതൽ അർത്ഥപൂർണമായി നമ്മുടെ ജീവിത ലക്ഷ്യം തേടാനും അത് സാക്ഷാത്കരിക്കാനും സാധിക്കുന്നത്. അല്ലെങ്കിൽ വളരെ സാധാരണ ഒരു ഡിസ്കോഴ്സിൻ്റെ ടെർമിനോളജി ഉപയോഗിച്ച് പറഞ്ഞാൽ നമ്മുടെ കഴിവുകളും വാസനകളും പരമാവധി വികസിപ്പിക്കാൻ സാധിക്കുന്നത്, നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്, ഒരു ഗായകന് ഏറ്റവും നന്നായി പാടാൻ സാധിക്കുന്നത്, ഒരു ചിത്രകാരന് ഏറ്റവും ഭംഗിയായി ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നത് ഏതന്തരീക്ഷത്തിലാണ്? ഇതാണ് അതിൻ്റെ ഒരു. അതുകൊണ്ട് എൻ്റെ ഒരു ബോധ്യം, ഒരു സമാധാനത്തോടുള്ള മനുഷ്യൻ്റെ ഒരു അഭിവാഞ്ച എന്ന് പറയുന്നത് വളരെ മൗലികമായിട്ടുള്ള ഒരു ബേസിക്കലായിട്ട് നാച്ചുറലായിട്ടുള്ള ഒന്നാണ് എന്നാണ്. പിന്നെ രണ്ടാമത് ഈ ഹൂ ഡിറ്റർമിൻസ് ദ വേൾഡ് ഓർഡർ, ഹൂ ക്രിയേറ്റഡ് ഓർ ഹൂ ഫാബ്രിക്കേറ്റഡ് ദ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതൊരു കൊട്ടേറിയാണ്. അതിനകത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുണ്ട് ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ട്. അത് കോർപ്പറേറ്റ് പവേഴ്സാണ്, നമുക്കറിയാം, മൂലധന ശക്തികളാണ്. അവരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവർ നിയന്ത്രിച്ചു കൊള്ളട്ടെ. അവരെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ഓപ്പണായിട്ടല്ല, വളരെ സ്റ്റെൽത്തി ആയിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എന്ത് അനായാസമായിട്ടാണ് ഈ സിസ്റ്റത്തിലേക്ക് കോപ്റ്റ് ചെയ്തത്. ഈ കമ്പനികളിൽ ഷെയർ ഇല്ലാത്ത എത്ര ആളുകളുണ്ട് നമ്മുടെ സാധാരണ മനുഷ്യർ? എനിക്കറിയാം, കോളേജിലെ സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഷേക്സ്പിയറോ ഷെല്ലിയോ അല്ലെങ്കിൽ വേൾഡ് ഓർഡർ, ഇതൊന്നുമല്ല, ഷെയർ മാർക്കറ്റിലെ അപ്സ് ആൻഡ് ഡൗൺസിനെ പറ്റിയിട്ടാണ്. ഡോളറിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ എത്രയാണ് എന്നുള്ളതിനെ പറ്റിയാണ് അധികം പേരും സംസാരിക്കും. മലയാള സാഹിത്യം പഠിപ്പിക്കുന്നവരും തത്വശാസ്ത്രം പഠിപ്പിക്കുന്നവരും സാമൂഹിക സൈക്കോളജി ഇതാ പറയുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് ഇവർ കോപ്റ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളൊരു പ്രശ്നം. അത് വളരെ സട്ടിലായിട്ടുള്ള വഴികളിൽ കൂടിയിട്ടാണ്. നമ്മുടെ പരസ്യങ്ങൾ, നിരന്തരമായി നടക്കുന്ന പ്രചരണങ്ങൾ, നമ്മുടെ മീഡിയ. ഐ തിങ്ക് ദ വേഴ്സ്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഹ്യൂമൻ മൈൻഡ് മീഡിയയുടെയാണ്. അതാണ് പണ്ടൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ ഒരു കഥാപാത്രം ഒരു നായികയോ ഒന്ന് അടിക്കുവാണെങ്കിൽ, ഒരു ചെകിട്ടൂറ്റിക്ക് ഒരു അടി കൊടുക്കുവാണെങ്കിൽ, അപ്പോൾ ഉടനെ തന്നെ ഒരു ഭയങ്കര ശബ്ദം കേൾക്കുകയും ഉടനെ തന്നെ പശ്ചാത്തലത്തിൽ ഒരു പാട്ട്, ഒരു വിലാപഗാനം വരികയൊക്കെ ചെയ്യാറ്. ഇന്നതല്ല, ഒരു ചിന്താവിഷയമേ അല്ല എന്നുള്ളതാണ്. ശരീരം ഇങ്ങനെ എന്തെന്നാ പറയുക, നുറുക്കുക. നമ്മുടെ ഈ നായകന്മാരുണ്ടല്ലോ, വീരനായകന്മാരായിട്ട് വേഷം കെട്ടി നടന്ന് ആരാധകരിങ്ങനെ പുറകെ കൂടുന്നു. എന്ത് റോളുകളാണ് നമ്മുടെ ഈ സിനിമകളിൽ അഭിനയിക്കുന്നത്? മുഴുവൻ ഗുണ്ടകളല്ലേ. ഇപ്പം നമ്മുടെ മമ്മൂട്ടി, മോഹൻ, ഇങ്ങനെ അവർ അഭിനയിക്കുന്ന റോൾ എന്താണ്? വെറും തെരുവ് എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഗുണ്ടായുസം നടക്കുന്നു? ഒരു സ്ഥലം പറയാം. ഒരു മാർക്കറ്റിൽ ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മുടെ വീരനായകനായിട്ടുള്ള ഒരാളും ഒരു വില്ലൻ, എവിടെ നിന്നോ വരുന്ന ഒരു വില്ലനും കൂടി ഭയങ്കരമായി അടികൂടുകയാണ്. അവിടെ ഇരിക്കുന്ന സകല സാധനങ്ങൾ, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സകല സാധനങ്ങളും തട്ടിമറിച്ച് ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതല്ലേ നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. പിന്നെ അത് കത്തിക്കുവാണ്. അതാണ് പിള്ളേർ ഉപയോഗിക്കുന്ന ഭാഷ. നമ്മുടെ ഉള്ളിലുള്ള
ഹിംസാവാസനയുണ്ടല്ലോ, ഈ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഹിംസാവാസന അതാണ് ചെയ്യേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു മേധാവിത്വത്തിനോടുള്ള ഒരു താല്പര്യമുണ്ട്. അതെവിടുന്ന് വന്നു? അത് വന്നത് മനുഷ്യൻ്റെ ഇവല്യൂഷൻ്റെ ഒരു സെഡിമെൻ്റാണ്. അത് കിടക്കുന്നതാണ്. നമ്മളിങ്ങനെ പരിണമിച്ച് വന്നതാണല്ലോ. പരിണമിച്ച് വന്നപ്പോൾ ഈ ട്രൈബൽ ലൈഫിൽ നിന്ന് മാറി വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ കിടക്കുന്ന ഈ ഒരു പക അങ്ങനെയുള്ളത് ഒരു വളരെ ബീജരൂപത്തിൽ കിടക്കുന്നുണ്ടാവും. മനുഷ്യൻ സംസ്കാര സമ്പന്നനാവുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അത് മാറ്റി ആ സ്ഥാനത്ത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ പാകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സുഷുപ്താവസ്ഥയിലുള്ള ഒരു ഹിംസാവാസനയെ വർദ്ധിപ്പിക്കുന്നതിനാണോ? എരുതിയിൽ എണ്ണ ഒഴിക്കാനാണോ? അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അല്ല, ഇതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഈ ഹിംസ എന്നുള്ള അർത്ഥം എന്താണ്? ഒരു മേധാവിത്വത്തിന്, അതിജീവനത്തിന് ഒക്കെയുള്ള ഒരു ഇത് കിടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ സമ്പൂർണമായി 100% എന്തെന്നാ ഒരു അഹിംസാ നിഷ്ഠനാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ മിക്സ്ഡാണ്. ശരിയും തെറ്റുമുണ്ട്, നന്മയും തിന്മയുമുണ്ട്. പക്ഷേ ബേസിക്കലി എന്താണെന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഈസ് ദ എസെൻഷ്യൽ നേച്ചർ? ബേസിക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു വാക്ക് ഹ്യൂമൻ നേച്ചർ എസെൻഷ്യലി ഈവിൾ ആണോ ഗുഡ് ആണോ എന്നുള്ളതാണ്. അതെ, അത് വളരെ ശരിയായി. നമ്മുടെ ഈ ഒന്നാമത് ഈ എൻലൈറ്റൻമെൻറ്റ് ഒരു ലോക വീക്ഷണം എന്ന് പറയുന്നുണ്ട്. ഈ എന്തെന്നാ ഈ ജ്ഞാനോദയം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു ലോക വീക്ഷണം എന്ന് പറയുന്നുണ്ട്. അതും അതിൻ്റെ കൂടെ തന്നെ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സയൻറ്റിഫിക് വേൾഡ് വ്യൂ എന്ന് പറയുന്നതാണ്. അത് സാമാന്യവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൂടി നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണ്? സോ കോൾഡ് സയൻറ്റിഫിക് എഡ്യൂക്കേഷനാണ്. ഈ സയൻറ്റിഫിക് എഡ്യൂക്കേഷനിൽ കൂടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ലോകവീക്ഷണം എന്താണ്? ഒരു ജീവിത ദർശനം എന്താണ്? അത് ഈ പറയുന്ന എന്തെന്നാണ്? ഈ പ്രകൃതിയിൽ നടക്കുന്നത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസും സർവൈവൽ ദ ഫിറ്റസ്റ്റുമാണ്. അതിന് ഫിറ്റസ്റ്റ് എന്നുള്ളതിന് നമ്മൾ പലപ്പോഴും അധ്യാപകർ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, നേരെ മറിച്ച് കായികമായി അതിജീവിക്കുന്നവനാണ് ഏറ്റവും കരുത്തനായിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള കരുത്തൻ അതിജീവിക്കുന്ന ഫിറ്റസ്റ്റ് എന്നുള്ളതിന് കരുത്തൻ എന്നാണ് മലയാളത്തിൽ അർത്ഥം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പറയാണ്. അങ്ങനെ ഉണ്ടായ ഒരു ലോകവീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അച്ഛൻ ആസ് യു റൈറ്റ്ലി സെഡ് ഈ പറയുന്ന ഒരു ട്രഡീഷണൽ വിസ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിപ്പോസിറ്ററിയാണ് റിലിജിയൻസ് എന്ന് പറയുന്നത്. ഈ റിലീജിയൻ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള ഗാന്ധി ആ ക്വസ്റ്റ്യൻ ഗാന്ധിയോട് ചോദിച്ചു, എന്താ നിങ്ങൾ റിലീജിയൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി വളരെ സിമ്പിളാണ് എൻ്റെ മറുപടി. എന്താണ് റിലീജിയൻ എന്ന് പറയുന്നത്? റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ 2 ചോദ്യങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണമാണ്. ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. എന്താ ഈ ജീവിതം എന്ന് പറയുന്നത്? അതിനൊരു ലക്ഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റുന്നത്?
ഈ അന്വേഷണത്തിൽ നിന്നുണ്ടായ ഒരു സാധനമാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് കാലക്രമത്തിൽ അതിൻ്റെ പരിണാമത്തിൽ എന്തെങ്കിലും എക്സ്കർസൻസ് ഒക്കെ ഉണ്ടായി കാണും, മാലിന്യങ്ങൾ വന്ന് കാണും. അതുകൊണ്ട് ടു ത്രോ അവേ ദ ബേബി വിത്ത് ദ ബാത്ത് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗാന്ധിജി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രീ ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി ലൈഫ് എന്ന് പറയുന്നതൊന്നുണ്ടായിരുന്നു. അത് മിക്കവാറും ഒരു റിലീജിയസ് വേൾഡ് വ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒന്നാണത്. അതിനെ ഡിസ്കാർഡ് ചെയ്യാതെ അതിനകത്ത് വന്നിട്ടുള്ള അപാകതകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ അതിനെ ഒരു സോഷ്യൽ എഫർട്ടിൽ കൂടിയിട്ട് അതിനെ റിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്, സംസ്കരിക്കുക. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ പറ്റി ഗാന്ധിജി പറയുമ്പോൾ പറയും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് സംസ്കരണമാണ് എന്ന് പറയും. സംസ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് അതിനെ ആക്കി തീർക്കുക എന്ന് പറയുന്നതാണ്. അത് നമ്മൾ വിട്ടുകളഞ്ഞു. അതുകൊണ്ട് എന്താണ്, മോഡേൺ ആകണമോ, മോഡേൺ ആകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയലിസം, സയൻറ്റിസം, ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റി, അതുപോലെ തന്നെ യുക്തി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത്രയും കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യു വിൽ ബി കൺസിഡേർഡ് ടു ബി എ റിയാക്ഷണറി, ഒരു എന്തെന്നാ പറയുന്നത്, ഒരു ആയിട്ട് കണക്കാക്കപ്പെടുമായിരുന്നു. അതാണ് ഒരു പ്രശ്നമായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു.
റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ ക്രിസ്മസിന് വെച്ചാൽ ഞാനിവിടെ ഒരു പടം കണ്ടു. പുട്ടിൻ പള്ളിയിൽ മെഴുതിരിയൊക്കെ കത്തിച്ച് നിന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് തെറ്റാന്നുള്ള അർത്ഥം ഞാൻ പറയല്ലേ, എന്നാലും ഇതുപോലെ ആ ഞാൻ ഇവിടെ പോഡ്കാസ്റ്റ് കേട്ടിട്ടുണ്ട്. ടെഡ് പീറ്റേഴ്സ്. ഓ മേ ബി ആ ഒന്ന് അതൊന്ന് ഈ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ് എന്നുള്ളത് കൊണ്ട് അച്ഛൻ എന്താണ് മീൻ ചെയ്യുന്നതെന്നൊന്ന് വിശദീകരിക്കാം. അല്ല, ഞാനത് മനസ്സിലാക്കുന്നത് ഞാൻ അച്ഛനോട് പറയാം. യു ക്യാൻ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ബ്രീഫായിട്ട് പറയാം. ഈ ഗാന്ധിജിക്ക് ക്രോസ് ഒരു സിമ്പലായിരുന്നു, ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവാഗ്രാമിൽ ഇതിൻ്റെ ഭിത്തിയിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ക്രോസിൻ്റെ ഒരു ഇതായിരുന്നു. അതാണ് സൂക്ഷിച്ചിരുന്നത്. ഒരു ചർക്കയും പിന്നെ ഈ സാധനം. ഈ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പീസാണ്. യു വാണ്ട് ടു ബ്രിങ് അബൌട്ട് പീസ്, സമാധാനം ഉണ്ടാക്കണം. സമാധാനം ഉണ്ടാക്കുന്നതിന് ഉള്ള പരിശ്രമത്തിൽ യു മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു ലേ ഡൗൺ യുവർ ലൈഫ് ലൈക്ക് ജീസസ് ഈ കുരിശിൽ മരിച്ചതുപോലെ വി മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു സാക്രിഫൈസ് ഫോർ ദ സേക്ക് ഓഫ് വാട്ട് എവർ യു ട്രൈ ടു അച്ചീവ് പീസ്, നോൺ വയലൻസ്, ആക്റ്റീവ് ലവ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ. എ വില്ലിങ്നെസ് ടു സഫർ ആൻഡ് ടു സാക്രിഫൈസ് ഇഫ് നീഡ് ബി. എൻ്റെ അർത്ഥം നമ്മൾ പോയി ചാടി ആത്മഹത്യ ചെയ്യണം എന്നല്ല, ഇഫ് നീഡ് ബി എന്നുള്ളതാണ്. അതാണോ അത് ഈ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ? അച്ഛനൊന്ന് കുറേ അച്ഛനൊന്ന്
നമ്മൾ ഈ സർവൈവലിന് വേണ്ടിയിട്ട് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ബേസിക് ആയിട്ടുള്ള ഒരു അർജ് എന്ന് പറയുന്നത്. ബിക്കോസ് യു ഹാവ് ടു എക്സിസ്റ്റ് ഇൻ യുവർ ബോഡി ഇഫ് യു വാണ്ട് ടു ഡു എനിത്തിങ്. അതുകൊണ്ട് സർവൈവൽ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ മനുഷ്യരും ഇതര സ്പീഷീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, മനുഷ്യനാണ് ഇവല്യൂഷനിൽ, ഇഫ് യു ബിലീവ് ഇൻ ഇവല്യൂഷനിൽ ഏറ്റവും ഇവോൾവ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ എന്ന് പറയുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ റെസ്പോൺസസ് എന്ന് പറയുന്നതും ചോയ്സസ് എന്ന് പറയുന്നതും അത് നമ്മുടെ ഒരു ലോവർ സ്പീഷീസിൻ്റേതിന് സമാനമാകണം എന്ന് നമ്മൾ ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്ക് അതിനേക്കാൾ ഉയർന്ന്, ഇപ്പം അച്ഛനിവിടെ പറഞ്ഞല്ലോ, അതായത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന ഒരാളെ ആൾക്ക് പകരം ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞ് സ്വയം അനഹിലേറ്റ് ചെയ്യപ്പെടാനായിട്ട് സന്നദ്ധരായിട്ട് വരുന്നതിനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് മനുഷ്യനിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഏതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? സർവൈവലിന് വേണ്ടിയിട്ട്, അതിജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളതിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവനെ നശിപ്പിച്ചിട്ടാണെങ്കിലും, ഇപ്പം മുങ്ങി മരിക്കുന്നതാണ് എൻ്റെ ഉദാഹരണം. ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും അവൻ്റെ ദേഹത്ത് പിടിച്ച് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതാണോ, അതോ ഈ എക്സാമ്പിളാണോ, ഏതാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം. അപ്പം മനുഷ്യന് വിശേഷബുദ്ധിയുണ്ട് എന്ന്, മനുഷ്യനാണ് കൂടുതൽ ഇവോൾവ്ഡ് എന്ന് നമ്മൾ അംഗീകരിക്കുമെങ്കിൽ നമ്മൾ ഒരിക്കലും താഴോട്ട് നോക്കിയല്ല ഒരു തീരുമാനം, നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനത്തിൻ്റെ ഒരു മാതൃക നിർണ്ണയിക്കേണ്ടത്, നേരെ മറിച്ച് ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് നോക്കിയാണ്. ഈ മതത്തിൻ്റെ ദുരുപയോഗത്തെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ വിജേഷച്ചും പറഞ്ഞല്ലോ, നമ്മൾ മതത്തിൽ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, വൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അവരാണോ ഒരു മതത്തെ ശരിയായ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്? ഇപ്പം കത്തോലിക്ക സഭയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? കത്തോലിക്ക സഭയെ പ്രതിനിധീകരിക്കുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഒരു കോൺക്യൂബൈനെ പാലസിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു പോപ്പാണോ, അതോ ഫ്രാൻസിസ് മാർപ്പാപ്പയാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മദർ തെരേസയാണോ, അതുപോലെ തന്നെ ഫ്രാൻസിസ് ഓഫ് അസീസി ആണോ, ഫാദർ ഡാമിയനാണോ? ആരാണ് കത്തോലിക്ക സഭയെ പ്രതിനിധീകരിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു എന്തെന്നാ പറയുന്നത്, നമുക്കൊരു അവർ റീച്ച് ടു എക്സീഡ് ദ ഗ്രാസ്പ് എന്ന് കവി പറയുമല്ലോ. എപ്പോഴും ഉയർന്ന ഒരു ഉദാത്തമായിട്ടുള്ള ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ടാവണം. വി മേ നോട്ട് ബി ഏബിൾ ടു റീച്ച് ഇറ്റ്, പക്ഷേ അങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാക്കണം ജീവിതം എന്ന് പറയുന്നതാണല്ലോ. അതല്ലെങ്കിൽ പിന്നെ നമ്മളും എന്തെന്നാ പറയുക, പിന്നെ ഈ ജീവജാലങ്ങളുടെ ഇടയിൽ ഇപ്പം അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഈസ് നോട്ട് ആൻ അൺകണ്ടസ്റ്റഡ് തിയറി. നമ്മൾ അറിയണം. കാരണം പ്രിൻസ് ക്രോപ്പോട്കിൻ്റെ തിയറി ഉണ്ട്. നമ്മൾ പ്രകൃതിയിൽ നോക്കിയാൽ കാണുന്നത് എന്താണ്? പ്രകൃതി നിലനിൽക്കുന്നത് അവിടെ മ്യൂച്വൽ എയ്ഡ് എന്ന് പറയുന്നൊരു തിയറി അദ്ദേഹം അവതരിപ്പിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണ്. പ്രകൃതിയിൽ ഏത് പ്രതിഭാസത്തെ നിങ്ങൾ നോക്കിക്കോ, ഇത് കാണാനായിട്ട് സാധിക്കും. പ്രകൃതിയുടെ ഡിസൈൻ തന്നെ, ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആൻ ഇൻ്റലിജൻറ്റ് ഡിസൈൻ. ഡിസൈൻ തന്നെ അങ്ങനെയാണ്. അതൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് മ്യൂച്വൽ സപ്പോർട്ട് ചെയ്തിട്ട് അത് നിലനിൽക്കാൻ വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ പ്രാണവായുവായി സ്വീകരിക്കുന്നതാണല്ലോ അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണം. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്.
താങ്ക് യു. അച്ഛാ, എനിക്ക് 6:30 എത്തണം. അതൊരു സൊസൈറ്റിയാണ്, അവരുടേതായ ഒരു ലോകത്തിൽ ജീവിക്കും. അപ്പോൾ അങ്ങനെയാണ് സുഖമായിട്ട് ജീവിച്ചു പോകണേ. അവർക്കും അവരുടെ കയ്യിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു, ആ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ കുഞ്ഞ് വളർന്നു വരുന്നു, കുഞ്ഞിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയക്കണമെന്ന കാര്യം, അത് വേണ്ട മലയാളം മീഡിയത്തിൽ അയച്ചാൽ മതി എന്ന് ഭർത്താവ്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, യുദ്ധം, ഒരു കോൺഫ്ലിക്റ്റ് ആയി. അപ്പോൾ എങ്ങനെയും ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്തിട്ടേ പറ്റൂ, കാരണം കുഞ്ഞെങ്ങോട്ടെങ്കിലും പോകണമല്ലോ. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. അപ്പോൾ അതിനുള്ള ഒരു മാർഗം ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ പീസ് എന്ന് നമ്മൾ പറയും. അത് എങ്ങനെ റിസോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഭർത്താവ് പറയുന്നത് പോലെ ഭാര്യ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഒരു തരം റെസൊല്യൂഷൻ. ഈ ഭാര്യ പറയുന്നത് പോലെ ഭർത്താവ് അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരു തരം റെസൊല്യൂഷനാണ്. പക്ഷേ അതല്ല നമുക്ക് വേണ്ടത്. അതൊരു തരം ഡോമിനൻസാണ്. ഒരാൾ മറ്റേ ആളെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു തരം റെസൊല്യൂഷൻ. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ഒരു തീസിസും ആന്റി തീസിസും വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് സിന്തസിസാണ്. അപ്പൊ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡോമിനേറ്റ് ചെയ്യാതെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു മേശയുടെ അപ്പുറത്തേക്ക് വരുന്ന സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ മലയാളം മീഡിയത്തിൽ പോകണമെന്ന് ഞാൻ പറയുന്നത് എന്ന് ഭർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണമെന്ന് ഭാര്യ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക. അവർ രണ്ടുപേരും ആ പ്രശ്നത്തെ വസ്തുനിഷ്ഠമായി അനലൈസ് ചെയ്യും. ഇത് എന്റെ തലയിലുള്ള എന്റെ ചിന്ത, എന്റെ വാദം ഇതാണ് എന്ന് പറയാതെ അവർ രണ്ട് വാദങ്ങൾ ഒരു മേശപ്പുറത്ത് വെച്ചതിന് ശേഷം വസ്തുനിഷ്ഠമായിട്ട് അവരതിനെ ചിന്തിക്കുകയും രണ്ടുപേരും ഒരു സമവായത്തിലെത്തുകയും സിന്തസിസിലെത്തുകയും ചെയ്യാൻ സാധിക്കണം. ഇന്നത്തെ ലോകത്തിൽ തന്നെ വലിയ, സാർ നേരത്തെ പറഞ്ഞു ഇന്നിപ്പം ബൈപ്പോളർ, 10 വർഷം മുമ്പ് ബൈപ്പോളറാണ്. ഇന്നത്തെ ലോകത്ത് വലിയ ബൈപ്പോളറാണ് വാസ്തവത്തിൽ. എന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ ഈ ക്രിസ്ത്യൻ വേൾഡും ഇസ്ലാം വേൾഡും വലിയ ബൈപ്പോളറായിട്ട് നിൽക്കുക. അതിൽ പലതിന്റെ പല തരത്തിലും പൊളാരിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ക്രിസ്ത്യൻ വേൾഡും ഇസ്ലാം വേൾഡും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിലെത്താൻ സാധിക്കുമോ? അവർക്ക് ഒരു മേശയുടെ അപ്പുറത്ത് വരുന്നുണ്ട് അവരുടെ വേൾഡ് വ്യൂസ് ഇതുപോലെ ചിന്തിക്കാൻ സാധിക്കുമോ? അതോ ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ കീഴിൽ പോകണമോ? അതൊക്കെയാണ് വേൾഡ് ലെവലിലേക്ക് വരുമ്പോഴത്തെ ഒരു സിന്തസിസ് സാധിക്കുമോ എന്നുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ. താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ ജോൺ പറഞ്ഞതിന് വളരെ ക്വിക്കായിട്ടൊരു ഇത് പറയാം. ഒന്ന്, ഈ ഫുക്കുയാമയുടെ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ച് അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് അത് ഒരുപാട് പ്രതികരണങ്ങളുണ്ടാക്കി. അതിനോടുള്ള ഒരു റെസ്പോൺസ് എന്നുള്ള നിലയിൽ വന്ന ഒരു പുസ്തകം ഈ സാമുവൽ ഹണ്ടിങ്ടൻ്റെ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഞാൻ പലപ്പോഴും പലയിടത്തും കോട്ട് ചെയ്യാറുള്ള ഒരു പുസ്തകമാണ്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇതുവരെ 90 വരെ, ഫുക്കുയാമയുടെ പുസ്തകത്തിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ മാനവരാശിയുടെ ഭാഗധേയം നിർണയിക്കുന്നത് ഈ രണ്ട് ശാക്തിക ചേരികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ആര് ആത്യന്തിക വിജയം നേടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായി. അതാണ് ഇന്ന് ആ ബൈപ്പോളാർ കോൾഡ് വാർ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹം പറയുന്നത് സംഘർഷങ്ങൾ അവസാനിക്കാൻ പോവുകയല്ല, ഒരു പുതിയ ടെറൈനിലേക്ക് സംഘർഷം മാറുകയാണ്. എന്താണ് മാറുന്നത്? രണ്ട് സിവിലൈസേഷൻസ് തമ്മിലുള്ള, അതാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് വെസ്റ്റേൺ സിവിലൈസേഷൻ, അത് ഹണ്ടിങ്ടൺ അതിനെ ഒരു ക്രിസ്ത്യൻ സിവിലൈസേഷൻ ആയിട്ടാണ് അദ്ദേഹം അതിനെ ചിത്രീകരിക്കുന്നത്. വെദർ യു അഗ്രി വിത്ത് ഇറ്റ് ഓർ നോട്ട് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്രിസ്ത്യൻ സിവിലൈസേഷനും പിന്നെ ഈ ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് പറയുന്നത്, ഇത് തമ്മിലുള്ള ഒരു ക്ലാഷാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ റിസൾട്ടാണ് മാനവരാശിയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത് എന്നുള്ള ഈ തീസീസ് വന്നു കഴിഞ്ഞിട്ട് അതിനോട് അനേകം പ്രതികരണങ്ങളുണ്ടായി. അതിൽ ഒരു പ്രതികരണം അക്കാഡമിക് വേൾഡിൽ നിന്നുണ്ടായ, കുര്യാക്കോസ് അച്ഛനൊക്കെ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രതികരണം എന്ന് പറയുന്നത്
ജർമ്മനി ബേസ് ചെയ്തുകൊണ്ട്, ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ ബേസ് ചെയ്തുകൊണ്ട് ഡയലോഗ് എമംഗ് സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞ് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായി. ആ ഇനിഷ്യേറ്റീവ് ഉണ്ടാവുകയും അവരെ ഈ സിവിലൈസേഷണൽ ഡയലോഗ് എന്ന് പറയുന്നത് വ്യാപകമായി ഓർഗനൈസ് ചെയ്യുകയും ചെയ്തു. പല യൂണിവേഴ്സിറ്റികളിലും ഈ ഡയലോഗ് എമംഗ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്തു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പുതിയ എമർജ് ചെയ്യുന്ന ഈ വേൾഡ് ഓർഡറിൽ, അല്ലെങ്കിൽ ഉറച്ചു വരുന്ന ഈ വേൾഡ് ഓർഡറിൽ ഈ ആളുകൾ ഈ ഡയലോഗ് എമംഗ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നതിന് നൽകേണ്ട ഒരു പ്രാധാന്യം നൽകുകയോ അതിനെ വേണ്ടത്ര ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യാതെ അതിങ്ങനെ ഒരു ബിലോ ദ സർഫസ് ആയിപ്പോയി എന്നുള്ളതാണ്. ഈ സർഫസിൽ മുഴുവൻ ഈ ക്ലാഷിൻ്റെ ഈ ഒരു ഡിസ്കഷനാണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. അതിനകത്ത് അസ്വാഭാവികതയില്ല. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സമാധാനത്തെ പറ്റി ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതേസമയത്ത് നമ്മളിപ്പോൾ ഈ അടുത്ത ജംഗ്ഷനിലേക്ക് പോയിട്ട് ഒരു അടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീഡിയക്കാർ വന്നു, ഇത് വന്നു, കവർ ചെയ്തു, പത്രത്തിൽ വന്നു, മീഡിയയിൽ വന്നു, ഇതിങ്ങനെ വരും. കാരണം അത് കുറേ കൂടെ ഈ വയലൻസ് എന്ന് പറയുന്നത്, ക്ലാഷ് എന്ന് പറയുന്നത് കുറേ കൂടെ സ്പെക്ടാക്കുലറാണ്, അത് കുറേ കൂടെ ഡ്രാമറ്റിക്കാണ്. അതുകൊണ്ട് അത് കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കുന്നതിന് ഒരുപാട് ഏജൻസികൾ ഇവിടെയുണ്ട്, അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നവരുണ്ട്. അതുകൊണ്ട് വെച്ചാൽ ഈ ഡയലോഗ് എന്ന് പറയുന്നത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സൊക്കെ കൂടിയിട്ടാണ് അത് ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കിയത്. അവർ ജർമ്മനിയിൽ ഒതുങ്ങിയിരുന്നില്ല. യൂറോപ്പിൽ പല യൂണിവേഴ്സിറ്റികളിലും US തന്നെ പല യൂണിവേഴ്സിറ്റികളിലും അവർ ഈ ഡയലോഗിൻ്റെ മെസ്സേജുമായിട്ട് പാസ് ചെയ്യുകയും സെമിനാറുകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞപ്പം പിന്നെ അത് എവിടെ പോയി എന്നറിഞ്ഞൂടാ, ഇനിഷ്യേറ്റീവ് എവിടെ പോയി എന്നറിഞ്ഞൂടാ. അതാണ് സംഭവിച്ചത്. ഞാനിതൊരു ജോൺ പറഞ്ഞതിനൊരു അടിക്കുറിപ്പായിട്ട് ഇത്രയും വിവരങ്ങൾ പറഞ്ഞു എന്നുള്ളത്.
അച്ഛാ ഈ ലോകത്ത് ഞാൻ ഈ പല സ്ഥലങ്ങളിലും പോകുന്നതാണ്. നമ്മൾ എത്ര കണ്ട് ഈ വയലൻസ് വർദ്ധിച്ചു വരുന്നു, അതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുന്നവരും ദാഹിക്കുന്നവരും പ്രയത്നിക്കുന്നവരുടെയും ഗ്രൂപ്പുകൾ, അസംഖ്യം ഗ്രൂപ്പുകൾ ഉണ്ടായി വരികയാണ്. നമുക്ക് അവരെ വിളിക്കുന്നിടത്തൊന്നും പോകാൻ സാധിക്കാത്ത അത്രയും ഗ്രൂപ്പുകളുണ്ടായി ഇതേപ്പറ്റി പഠിക്കാനായിട്ട്. അതാണ് എൻ്റെ വാസ്തവം. ഏത് രാജ്യത്ത് എന്നാലും ഇപ്പോൾ ഏറ്റവും വയലൻസ് ഉണ്ടെന്ന് പറയുന്നത് മെക്സിക്കോയിൽ ഈ ഒരു പീസ് മൂവ്മെൻ്റ് എന്ന് പറയുന്നുണ്ട്, പീസ് ഇനിഷ്യേറ്റീവ്സ് അറൗണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഒട്ടുമുക്കാലും സ്റ്റേറ്റുകളിൽ പോയിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. ബ്രസീലിൽ, അർജന്റീനയിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളിതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ട് വി ഡോണ്ട് നോ, ദാറ്റ്സ് ഓൾ. സ്പോണ്ടേനിയസ് ആണ്.